എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിനോട് അടിച്ചു പറയും, ഇത് നിന്റെ അവസാനമാണ്, നിനക്ക് ഞാൻ ഒരു അവസരം തരാം, എന്നോട് ക്ഷമ പറഞ്ഞ് ഗിവപ്പ് ചെയ്യുകയാണെങ്കിൽ എന്റെ സ്ലേവ് ആയിട്ട് ഞാൻ നിന്നെ കൂട്ടാം. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഭയന്ന് ഇപ്പൊ ഗോകുവെ തിരികെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഗോകു ആണെങ്കിൽ മോൺസ്റ്ററിനോട് പറയും, ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്, നിന്നെ ഇല്ലാതാക്കാൻ ഇനി ഈ ലോകത്ത് എനിക്ക് മാത്രമേ കഴിയൂന്ന് പറഞ്ഞ് ഹാമേ ഹാമേ പവർ ഉപയോഗിച്ച് ഗോകു മുകളിലേക്ക് ചാടും. അത് കണ്ട മോൺസ്റ്റർ ആണെങ്കിൽ കാലുയർത്തി ഗോകുവെ വീണ്ടും വീണ്ടും ചവിട്ടാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഗോകു ആണെങ്കിൽ അവന്റെ ഹാമേ ഹാമേ പവർ അതുപയോഗിച്ച് അതിന്റെ വായിലേക്ക് കയറി പോവാണ്. അതാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. ഗോകു ആണെങ്കിൽ അതിന്റെ വയറ്റിലൂടെ താഴേക്ക് പോയി ഓറഞ്ചും പുറഞ്ചും പിന്നെ പഞ്ച് ചെയ്ത് മുകളിലേക്ക് ചാടി വന്ന് അതിന്റെ തൊണ്ടയിൽ അങ്ങനെ ചവിട്ടി മെതിക്കുകയാണ്. അതാണെങ്കിൽ ഗോകു ആഞ്ഞു തുപ്പും. ഗോകു ആണെങ്കിൽ തെറിച്ച് പുറത്തേക്ക് വന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗാർഡിയന്റെ ആ ഒരു ബോട്ടില് അതിപ്പോ മാർഷൽ ആർട്സ് മാൻ ഇട്ട് കൊടുക്കുകയാണ്. ഗോകു ആണെങ്കിൽ വിളിച്ചു പറയും, ഒന്നും ആലോചിക്കാനില്ല, എത്രയും വേഗം അത് തുറക്ക്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആ കുപ്പിയിലേക്ക് സൂക്ഷിച്ചു നോക്കും. മാസ്റ്റർ ആണെങ്കിൽ വേഗം തുറക്ക്, സമയമില്ല എന്ന് പറയും. പിന്നെ ഒന്നും ആലോചിക്കില്ല, അവൻ ആ ഒരു ബോട്ടിൽ അത് ഞൊട്ടി ഇടയിൽ ഓപ്പൺ ചെയ്യുകയാണ്. മോൺസ്റ്റർ ആണെങ്കിൽ നോ എന്ന് പറഞ്ഞ് അലറും. പക്ഷെ അപ്പോഴേക്കും ആ ബോട്ടിൽ ഓപ്പൺ ആയി. ഇപ്പോ ആ ഒരു ഗാർഡ് അദ്ദേഹം പുറത്തേക്ക് വരും. ആങ്കർ ആണെങ്കിൽ അത് കണ്ട് ഞെട്ടി ഇപ്പൊ 2 പിക്കലോ മോൺസ്റ്റർ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് വിളിച്ചു പറയും. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ ആ ഗാർഡിയനോട് പറയും, ഗോകു ആണ് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ആളാണെങ്കിൽ ഇപ്പൊ ഗോകുയെ നോക്കും. ഗോകു ആണെങ്കിൽ ആ ഒരു മോൺസ്റ്ററിനോട് പറയും, അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നു. അടുത്ത നിമിഷം അവൻ നോർമലായി മാറുകയാണ്. അവനാണെങ്കിൽ ഗോകുവിനോട് ദേഷ്യപ്പെടും. പിന്നെ മുഖവും ഭാവവും ഒക്കെ കണ്ട് ഗോകു ആണെങ്കിൽ അതിനെ കളിയാക്കും. നീ ഇങ്ങനെ ടെൻസ്ഡായ നിന്റെ തല അത് ചൂടായി പൊട്ടിത്തെറിക്കും. അതിൽ കൺട്രോൾ പോയ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിന് നേരെ പാഞ്ഞു വരും. അവർ രണ്ടുപേരും അടുത്ത നിമിഷം ഇൻവിസിബിളായി പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവരുടെ ശബ്ദം മാത്രമായിരിക്കും ഇപ്പൊ പുറത്ത് കേൾക്കുക. ആ ഒരു ഗാർഡിയൻ ആണെങ്കിൽ ഉച്ചത്തിൽ പറയും, ഓ നോ, എനിക്ക് പോലും അവരെ കാണാൻ കഴിയുന്നില്ല. ഹാൻസം ബോയ് ആണെങ്കിൽ മുകളിലേക്ക് നോക്കും. അവർ രണ്ടുപേരെയും ചെറുതായിട്ട് അവന് കാണാൻ കഴിയാണ്. അവനാണെങ്കിൽ ചൂണ്ടിക്കാണിക്കും. അവർ രണ്ടുപേരും മുകളിലുണ്ട്. മുകളിൽ അവർ വിസിബിളായും ഇൻവിസിബിളായും മാറി മാറി ഫൈറ്റ് ചെയ്യും. മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിനെ അറഞ്ചം പുറഞ്ചം ആഞ്ഞടിച്ച് താഴേക്കിടുകയാണ്. ഇതേവളം താഴേക്ക് വന്ന ഗോകു ആണെങ്കിൽ ഇപ്പൊ അവന്റെ ഹാമേ ഹാമേ പവർ അതുപയോഗിച്ച് വമ്പ ഫോഴ്സിൽ മുകളിലേക്ക് പോയി അവനെ ആഞ്ഞ് ചവിട്ടും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കണ്ട് ഇംപ്രസ്ഡ് ആവും. മാസ്റ്റർ ആണെങ്കിൽ ആ പഞ്ച് അത് കാണുമ്പോൾ തന്നെ പറയും, വളരെ പവർഫുൾ ആയ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരുപാട് കാലത്തെ ട്രെയിനിങ് ഉള്ള ഒരു വാരിയർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പഞ്ചാണ് ഇപ്പൊ ഗോകു ചെയ്തത്. ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ ആ ഒരു കിക്ക് കിട്ടി അങ്ങനെ കറങ്ങി കറങ്ങി താഴേക്ക് വരും. ഗോകുവും ആ മോൺസ്റ്ററും രണ്ടുപേരും താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ മോൺസ്റ്റർ ആണെങ്കിൽ വീണ്ടും ഫയർ പവർ വെച്ച് ഗോകുയെ അറ്റാക്ക് ചെയ്ത് താഴേക്കിടും. താഴെ വീണ ഗോകുവിനാണെങ്കിൽ എഴുന്നേക്കാനായിട്ട് കഴിയില്ല. അത് മനസ്സിലാക്കിയ മോൺസ്റ്റർ ആണെങ്കിൽ നല്ല സ്പീഡിൽ വന്ന് അവന്റെ മുഖത്ത് ഞെട്ടിക്കുകയാണ്. ചീച്ചിയും നമ്മുടെ ആൾക്കാരും എല്ലാവരും അത് കണ്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഞെട്ടി നിൽക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ പഞ്ച് അതിപ്പോ കാമേ ഗാർഡിയൻ ആള് തടഞ്ഞിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ടെൻഷനാവും. ഓ നോ ഗാർഡിയൻ, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇതിനിടയിലൊക്കെ വന്നത്? ഞങ്ങൾക്കിടയിലുള്ള ടൂർണമെന്റ് മത്സരം അത് അവസാനിച്ചിട്ടില്ല. അതിനാ ഗാർഡിയൻ ആണെങ്കിൽ വണ്ടർ അടിച്ച് ഗോകുവിനോട് പറയും, നിന്നെ സഹായിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഗോകുവിനാണെങ്കിൽ ഭ്രാന്ത് പിടിക്കും. എനിക്ക് തന്നെ ഒറ്റയ്ക്ക് ഇവനെ തോൽപ്പിക്കണം. ഈ മത്സരം അത് അവസാനിച്ചതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇവനെ കൈകാര്യം ചെയ്യാം. ഗാഡ് ആണെങ്കിൽ ഇപ്പോൾ ഗോകുവിനോട് സോറി പറയും. ഗോകു ആണെങ്കിൽ അവന്റെ മുൻപിലേക്ക് വരികയാണ്. അതേസമയം മുട്ടപ്പനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഈ ഗോകു അവൻ ഇത്രയ്ക്കും മണ്ടനാണോ? അതാ മോൺസ്റ്റർ പിക്കലോ ആണ്. അവൻ രക്ഷപ്പെട്ടു പോയ ഈ ലോകത്തിന് തന്നെ വലിയ അപകടമാണ്. എത്രയും വേഗം അവർ രണ്ടുപേരും ചേർന്ന് അവനെ ഇല്ലാതാക്കണം. അതാണ് നമ്മളും ഈ ലോകത്തിലുള്ള ജനങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് മാസ്റ്റർ പറയും, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഗോകു അവനൊരു ട്രൂ വാരിയർ ആണ്. ഇപ്പോൾ ഉള്ളത് ഒരു മത്സര കളത്തിലാണ്. അവർക്കിടയിൽ ഇപ്പോൾ മത്സരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഗോകു അതിന് സമ്മതിക്കാത്തത്. ഇവിടെ ഗോകു ആണെങ്കിൽ മുൻപിലേക്ക് കയറി വരും. മോൺസ്റ്ററിനോട് സോറി പറയും. ഐ എം സോറി, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ഒരു ഫ്രീ കിക്ക് അത് മേടിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയും. ഇവിടെ ആ മോൺസ്റ്ററിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവന് തലയ്ക്കടി കിട്ടി ഭ്രാന്തായും ചിന്തിച്ച് അവൻ കൈ ചുരുട്ടി ഒരൊറ്റ ഇട്ടി. ഗോകു അങ്ങനെ തെറിച്ചു പോയി ചുമരിൽ ഞെട്ടിക്കുകയാണ്. ചീച്ചി ആണെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഓടാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഹാൻസം ബോയ് ആണെങ്കിൽ അവളെ തടയാണ്. ഗോകു ആണെങ്കിൽ വീണ്ടും ആ മോൺസ്റ്ററിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം അവനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ പഞ്ച് കൊള്ളാമായിരുന്നു, പക്ഷെ അതുകൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാനായിട്ട് പറ്റില്ല. ഇവിടെ ആ ഗോഡ് ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. നീ ഇപ്പോഴെങ്കിലും കാര്യത്തിന് സീരിയസ്നെസ് അത് മനസ്സിലാക്കണം. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഇവനെ ഇല്ലാതാക്കാം. ഗോകു ആണെങ്കിൽ തല താഴ്ത്തി ഇപ്പൊ അദ്ദേഹത്തോട് പറയും, നിങ്ങളുടെ കൺസേൺ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. എനിക്കിവനെ ഒറ്റയ്ക്ക് ഡിഫീറ്റ് ചെയ്ത് തോൽപ്പിക്കണം. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ കാമയോട് പറയും,
കാമേ, നിങ്ങളുടെ കൺസേൺ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഗോകുയെ സംബന്ധിച്ചിടത്തോളം അവനൊരു വാരിയറാണ്. മാത്രമല്ല അവൻ ഇപ്പോൾ ഉള്ളത് ബാറ്റിൽ ഫീൽഡിലാണ്. നമുക്ക് എല്ലാവർക്കും അവനിൽ ഹോപ്പ് കൊടുക്കാം. അത് തന്നെ മുട്ടപ്പനും പറയും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ ചേർന്ന് ആ ഒരു മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കാം. അത് കേട്ട് ആ മോൺസ്റ്റർ ചിരിക്കും. നിന്റെ കൂട്ടുകാര് അടിപൊളിയാണ്, നിനക്ക് നല്ല അഡ്വൈസാണ് തന്നത്. പക്ഷേ അവർ വെറും മണ്ടന്മാരാണ്. പിന്നെ ഞാൻ ആദ്യം ആഫ്റ്റർ ലൈഫിലേക്ക് അയക്കും. അതിനുശേഷം നിന്റെ കൂട്ടുകാരെ ഞാൻ അവിടേക്ക് അയക്കുമെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ കൺട്രോൾ പോവാണ്. ഇവിടെ കാമേ ആണെങ്കിൽ വീണ്ടും ഗോകുവിനോട് റിക്വസ്റ്റ് ചെയ്യും. നിന്റെ ആവേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നീ എടുക്കുന്നത് ഒരു തെറ്റായ തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോകു ആണെങ്കിൽ തീർത്തു പറയും, എന്റെ തീരുമാനത്തിൽ എനിക്ക് മാറ്റമില്ല. ഇൻ കേസ് ഞാൻ മരിക്കുകയാണെങ്കിൽ ഡ്രാഗൺ ബോളിലൂടെ എന്നെ തിരികെ പിടിക്കാം. അത് കേട്ട് കാമയും പ്രത്യേകിച്ചൊന്നും പറയാതെ ആ ഗ്രൗണ്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. കാമയാണെങ്കിൽ മോൺസ്റ്ററിനെ നോക്കും. അവൻ ശരിക്കും പവർഫുൾ ആണ്. പക്ഷെ ഗോകുവിനെ ഞെട്ടിക്കുകയാണ്. കാരണം അവൻ ശരിക്കും ഒരു വാരിയർ തന്നെയാണ്. അവന്റെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും നല്ല ഉറപ്പാണ്. ഞാൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ അവൻ ട്രെയിനിങ് ചെയ്ത് വളരെയധികം പവർഫുള്ളായി മാറിയിരിക്കുകയാണ്. എല്ലാവരും ഗോകുവിൽ വിശ്വസിക്കുന്നുണ്ട്. സോ ഞാനും ഇപ്പൊ ഗോകുവിൽ വിശ്വസിക്കുകയാണെന്ന് പറയും. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിനോട് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഗോകു ആണെങ്കിൽ പ്രത്യേകിച്ച് മൂവ്മെന്റ് ഒന്നും എടുത്തു വെക്കാതെ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ ഫയർ പവർ ഗോകുവിന് നേരെ ഉപയോഗിക്കും. ഗോകു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് നിന്ന് തെന്നി മാറും. ആ പവർ ആണെങ്കിൽ ദൂരത്തുള്ള ഒരു ടൗൺ അങ്ങനെ ഇടിച്ച് തെറിപ്പിച്ച് ഇപ്പൊ ഗോകുവിന്റെ പിന്നാലെ വരികയാണ്. ഗോകു മുകളിലേക്ക് പായും. പക്ഷെ അത് കറങ്ങി കറങ്ങി ഗോകുവിന്റെ പിന്നാലെ പോകും. ആണെങ്കിൽ ഹാമെ പവർ ഉപയോഗിച്ച് അതിനെ ഡൈവേർട്ട് ചെയ്ത് താഴേക്ക് കടന്നു വരും. മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിനോട് പറയും, നിന്റെ ഹാമെ പവർ ഉപയോഗിച്ച് അതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് ഗോകു അവൻ ഓടി വന്ന് ആ മോൺസ്റ്ററിന്റെ തൊട്ട് മുൻപിൽ നിൽക്കും. അതിനുശേഷം അവനെ നോക്കി കണ്ണിറുക്കി കാണിച്ച് അങ്ങനെ തെന്നി മാറുകയാണ്. ആ പവർ ആണെങ്കിൽ ഞൊട്ടിയിടയിൽ മോൺസ്റ്റർ പിക്കലോടെ ദേഹത്ത് തന്നെ ആഞ്ഞടിച്ച് അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. ഗോകു ആണെങ്കിൽ സേഫായി ഒരു സ്ഥലത്തേക്ക് മാറും. ചുറ്റും ഫോഗൊക്കെ മാറിക്കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവിടേക്ക് നോക്കും. ഗോകുവിനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ആ മോൺസ്റ്റർ ആണെങ്കിൽ ആ പവർ ഇടിച്ച് ചോര തുളുമ്പി അങ്ങനെ നിൽക്കുകയാണ്. ഓ നോ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഗോകുവിന്റെ ട്രിക്കിൽ ആ ഒരു മോൺസ്റ്റർ വീണു. അവന്റെ ബോഡിയിൽ നല്ല രീതിയിൽ ഇഞ്ചുറി സംഭവിച്ചു. ഇവിടെ ഗോകു അവൻ ആ മോൺസ്റ്ററിനോട് പറയും, നിന്നെ കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ മത്സരിക്കാനായിട്ട് പറ്റില്ല. സോ ഇപ്പൊ തന്നെ നീ ഗിവപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അത് കേട്ട ആ മോൺസ്റ്റർ അവന്റെ തകർന്ന കൈ ഇതങ്ങനെ വലിച്ചു പറിച്ച് ഗോകുവിന്റെ മുൻപിലേക്ക് തൂക്കിയിടും. എനിക്കിതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞ് അവൻ കുറെ കൂടെ സ്ട്രെസ് കൊടുക്കുമ്പോൾ പുതിയൊരു കൈ അത് ക്രിയേറ്റ് ആയി വരികയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കുറച്ച് സെക്കൻഡ് അത് കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. ഗിവപ്പ് ചെയ്യാൻ പോകുന്നത് നീയാണ്, നിന്നെ ഞാൻ തോൽപ്പിക്കുന്നു പറഞ്ഞ് ആ മോൺസ്റ്റർ ആണെങ്കിൽ വീണ്ടും ഗോകുവിന് നേരെ വരും. ഞാൻ ഇൻവിൻസിബിൾ ആണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് അവൻ്റെ ബോഡിക്ക് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് അത് പവർഫുൾ ആക്കി മാറ്റുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.